നിങ്ങൾ ജോലി അന്വേഷിക്കുന്ന ആളുകളാണ്. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ കണ്ടു നമുക്ക് ഉപകാരപ്പെടും. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, ഞങ്ങൾ കഴിഞ്ഞ 1.5 മാസമായിട്ട് കണ്ടിന്യൂസ്ലി റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഇൻ്റർവ്യൂസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇൻ്റർവ്യൂവിൽ പലപ്പോഴും നമ്മൾ നേരിട്ട ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആളുകൾ CV അയക്കുന്നത് നമുക്ക് CV ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം CV അയക്കുന്നതിൽ CV പലപ്പോഴും അവരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത CV ആയിരുന്നു. കാരണം അവർ പലപ്പോഴും നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ CV ആണെങ്കിൽ ആ CVയിൽ അയാൾ ബേസിക്കലി അയാൾ ചെയ്യേണ്ടത്, അയാൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെ, അയാൾ ഹാൻഡിൽ ചെയ്ത സ്റ്റോഴ്സ്, അയാൾ ഹാൻഡിൽ ചെയ്ത ബ്രാൻഡുകൾ, അയാൾ സെല് ചെയ്ത ബ്രാൻഡുകൾ, അയാൾ ഡിഫറെൻ്റ് ആയിട്ട് ആ കമ്പനിയിൽ എന്തൊക്കെ ചെയ്തു, സെയിൽസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി, കൂടുതൽ സെയിൽസ് ടാർഗറ്റ് കൊണ്ടുവരാൻ വേണ്ടി അയാൾ എന്തൊക്കെ ചെയ്തു, ഇതൊക്കെയാണ് അയാൾ മെയിനായിട്ട് അതിൽ എഴുതേണ്ടത്. പകരം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ChatGPT അങ്ങനെ എടുത്തിട്ട് മുഴുവൻ അതിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് മിക്കവാറും ആളുകളുടെ CV ഒരുപോലെ കിടക്കുകയാണ്. ഇതൊരു വലിയ വിഷയമാണ്. നമ്മൾ അത് നോക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ, നമ്മളൊരു CV നോക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്, അങ്ങനത്തെ CV ChatGPTൻ്റെ മോഡൽ CV കാണുമ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ്ലി മാറ്റി വെക്കാറാണ്. വളരെ ജെനുവനായിട്ട് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ മാത്രം എഴുതുന്ന CV നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുള്ളൂ. പലപ്പോഴും ChatGPT എടുത്ത് എഴുതി വെച്ച കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ, ഈ അടുത്ത് നടന്ന ഒരു ഇൻ്റർവ്യൂവിൽ അയാൾ സെയിൽസ് എക്സിക്യൂട്ടീവാണ്. അപ്പോൾ അയാളോട് ഞാൻ ചോദിച്ചു, എന്താണ് CV എഴുതിയിരിക്കുന്നത്, മാനേജിങ് ദ ടീം ആൻഡ് പ്ലാൻ ദ ജേർണീസ് ആൻഡ് ഓൾ എന്ന് പറഞ്ഞിട്ട് അയാൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി അയാൾ ടീമിനെ മാനേജ് ചെയ്യുമോ, അയാൾ അണ്ടറിൽ ടീം ഉണ്ടാവുമോ, അല്ലെങ്കിൽ ജേർണി പ്ലാൻസ് മാനേജ് ചെയ്യുമോ, ഇങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അയാൾ അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ്. ഇത് അയാളോട് ചോദിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞ മറുപടി, സാർ ഇത് ഞാൻ എഴുതിയതല്ല, ഇത് വേറൊരാൾ ഉണ്ടാക്കി തന്ന CV ആണ്. ആക്ച്വലി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ CV എഴുതുമ്പോൾ നിങ്ങളെ കാര്യങ്ങൾ മാത്രം എഴുതുക, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ മാത്രം എഴുതുക. ആ CVന്ന് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് വളരെ ജെന്യുവനായിട്ട് സിൻസിയറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. അങ്ങനത്തെ ആളുകൾക്കാണ് ഇന്ന് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അങ്ങനത്തെ ആളുകളെയാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഒരാളെ ആ ജോലിയിലേക്ക് എടുക്കാനും പറ്റുന്നത് ഇത്തരം ജെനുവനായിട്ട് സിൻസിയറായിട്ട് CV ഉണ്ടാക്കിയ ആളുകളെയാണ്. അതുകൊണ്ട് ആ കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. താങ്ക് യു.